അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 8ാം ക്ലാസ്സിലെ തസ്കിയ 5ാമത്തെ പാഠം അത്തബറുക്കു ബി ആസാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് കൊണ്ട് ബറക്കത്തെടുക്കൽ, അതായത് പുണ്യം നേടൽ. തബറുക്കും വെച്ചാൽ ബറക്കത്തെടുക്കുക, പുണ്യം നേടുക. ബി ആസാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അസറുകളെ കൊണ്ട്, അതായത് തിരുശേഷിപ്പുകളെ കൊണ്ട് ബറക്കത്തെടുക്കുക. അവ 3-4 ചരിത്രങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഹലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅറഹു ബി മിനൻ ഫി ഹജ്ജത്തിൽ വദാഇ ഫഅത്വാഹു അബാ ത്വൽഹത. ഹലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്ത് ചെയ്തു? മുടി കളഞ്ഞു. ശഅറഹു, നബിയുടെ മുടിയെ നബി തങ്ങൾ എന്ത് ചെയ്തു? കളഞ്ഞു. ബി മിന, മിനയിൽ വെച്ചുകൊണ്ട്. ഫി ഹജ്ജത്തിൽ വദാഇ, ഹജ്ജത്തുൽ വദായിൽ. എന്നിട്ട് ഫഅത്വാഹു അബൂ ത്വൽഹ, നബി തങ്ങൾ അത് അബൂ ത്വൽഹക്ക് നൽകി. മുടി മുറിച്ച്, മുടി വടിച്ച് എന്ത് ചെയ്തു? അബൂ ത്വൽഹക്ക് നൽകി. വഖാല, എന്നിട്ട് നബി പറഞ്ഞു, യഖ്സിംഹു ബൈനന്നാസ്, നീ ജനങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫഅഖദ മിൻഹു, അപ്പോൾ അതിൽ നിന്ന് എടുത്തു അബൂ ത്വൽഹ എടുത്തു. മാ അഖദ, ആവശ്യത്തിനെടുത്തു. വഅതാ മിൻഹു സൗജത്തഹു, അതിൽ നിന്ന് ഭാര്യയ്ക്ക് നൽകി, അതായത് ഉമ്മു സുലൈം എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നൽകി. ഫജഅലത്തുഹു, അപ്പോൾ ഉമ്മു സലമ അതെന്ത് ചെയ്തു എന്നറിയോ? ഫജഅലത്തുഹു, അവർ അതിനെ ആക്കി. ഫി തീബിഹ, അവരുടെ സുഗന്ധദ്രവ്യത്തിലാക്കി. സുമ അളാഫത്ത് ഇലൈഹി, പിന്നെ അതിലേക്ക് അവർ ചേർത്തു. മാ അഖദത്തുഹു മിൻ അർഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വിയർപ്പിൽ നിന്ന് അവർ എടുത്തത് ആക്കുകയും ചെയ്തു. നബി തങ്ങളുടെ വിയർപ്പിൽ നിന്ന് അവർ എടുത്തത് എന്ത് ചെയ്തു? അവർ അതിൽ ആക്കി. അതാ പറഞ്ഞത്. ഫജഅലതു ഫീ തീബിഹാ സുമ്മ അളാഫത്ത് ഇലൈഹി മാ അഖദതുഹു മിൻ അർഖി റസൂലില്ലാഹി, എപ്പോഴാണ് അവരത് എടുത്തത്? അഖദതുഹു, അവർ ആ വിയർപ്പിനെ എടുത്തിരുന്നു. വഹുവ നായിമൻ ഫീ ബൈത്തിഹാ, നബി അവരുടെ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് നബിയുടെ എടുത്ത വിയർപ്പും അവർ അതിലേക്ക് എന്ത് ചെയ്തു? ചേർത്തു. ഫബൈനമാഹിയ തഅഖുദു അൽ അർഖ ഫീ ഖാറൂറത്തിൻ, ഫബൈനമാഹിയ തഅഖുദുൽ അർഖ ഫീ ഖാറൂറത്തിൻ, അവരൊരു കുപ്പിയിൽ ആ വിയർപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇസ്തൈഖള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഉണർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, നബി ചോദിച്ചു, യാ ഉമ്മു സുലൈമേ, ഉമ്മു സുലൈമേ, മാ ഹാദല്ലദീ തസ്നഈന, നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് നബി തങ്ങൾ അവരോട് ചോദിച്ചു, അല്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഖാലത്ത്, അവർ പറഞ്ഞു, ഹാദ അറഖുക, നബിയെ, ഇത് അങ്ങയുടെ വിയർപ്പാണ്, അല്ലേ? ഇത് അങ്ങയുടെ വിയർപ്പാണ്. നഹ്നു നജ്അലു ഫീ തീബിന, ഞങ്ങളതിനെ ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിലാക്കാറുണ്ട്. വഹുവ മിൻ അത്യബി തീബി, അത് ഞങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും പരിമളമുള്ളതാണ്, ഏറ്റവും സുഗന്ധമുള്ളതാണ്. നർജു ബർക്കത്തുഹു ലി സിബിയാനിന, ഞങ്ങൾ അതിൻ്റെ ബർക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നു എന്ന് നബിയോട് അവരതിന് മറുപടി പറഞ്ഞു. അപ്പോൾ കാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അസബ്തി, നീ സത്യമാണ് കൈവരിച്ചു, നീ സത്യം കൈവരിച്ചു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ ഒരാളുടെ ചരിത്രമാണ് പറഞ്ഞു, അല്ലേ? ഇപ്പോൾ 2 എണ്ണമായി. ഒന്ന് മുടി ശേഖരിച്ച്, പിന്നെ വിയർപ്പ് ശേഖരിച്ചു, അതുകൊണ്ട് ബർക്കത്തെടുത്തു എന്നാണ്. ഇനി അവിടെ നമുക്ക് ചോദ്യം, സന്ദർഭം വിവരിക്കാം. ഇഖ്സിമുഹു ബൈനന്നാസ് എന്ന് പറയും, നീ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക എന്ന ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാലോ? അതെപ്പോഴാണ് സന്ദർഭം? അത് നമുക്ക് ഈ വായിച്ചെന്ന് കിട്ടും. ഇനി മാ ഹാദല്ലദീ തസ്നഈന, നീ എന്താണ് ഈ ചെയ്യുന്നത്? അതിൻ്റെ സന്ദർഭം നമുക്ക് മനസ്സിലായി. ഇനി അസബ്തി, നീ സത്യം കൈവരിച്ചു. അപ്പോൾ ഈ 3 എന്താണ് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ കിട്ടും. ഇനി അടുത്തത് 2ാമത്തെ പാഠത്തിൻ്റെ ബാക്കി. സുമ്മ ലമ്മ ഹളറ ബനഹ
അനസ് ബിൻ മാലിക്കിൻ അൽ വഫാത്തു. പിന്നെ അവരുടെ, അതായത് ഉമ്മു സുലൈമിൻ്റെ മകൻ അനസ് എന്നവർക്ക് മരണം ഹാജരായപ്പോൾ വസിയ ഇല ഹഫീദിഹി, പേരമകനോട് അദ്ദേഹം വസിയത്ത് ചെയ്തു, ഐ യുജ്അല ഫി ഹനൂത്തിഹി, മയ്യത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആ സുഗന്ധദ്രവ്യത്തിൽ എന്ത് ചേർക്കാൻ, ശൈഅം മിൻ ദാലിക ത്വബി, ആ ത്വീബിൽ നിന്ന് എന്താണ് അല്പം ചേർക്കാൻ, അല്ലേ, അദ്ദേഹം ചെറുമകനോട് എന്താണ് വസിയത്ത് ചെയ്തു. ഫജുഇല ഫി ഹനൂത്തിഹി, അങ്ങനെ അതിനെ അദ്ദേഹത്തിൻ്റെ ഹനൂത്തിൽ ആക്കപ്പെട്ടു. അപ്പോൾ അതാ പറഞ്ഞത്, അല്ലേ. പിന്നെ അവരുടെ മകൻ അനസ് ബിൻ മാലിക്കിന് മരണാസന്നമായപ്പോൾ അദ്ദേഹം തൻ്റെ മകനോട് വസിയത്ത് ചെയ്തു, എന്താണ്, മയ്യത്തിന് വേണ്ടി തയ്യാർ ചെയ്യുന്ന സുഗന്ധദ്രവ്യത്തിൽ ആ സുഗന്ധം വെക്കാൻ, ആ സുഗന്ധം മൊത്തം വെക്കണം, അല്ലേ, ആ ഷെയ്ഒൻ, അതിൽ നിന്നൊരു ഷെയ് വെക്കാൻ. ഏതിൽ നിന്ന്? നേരത്തെ ഉമ്മ എന്താണ് ആ കുപ്പിയിൽ ശേഖരിച്ചിരുന്നുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ അത് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ഇപ്പോൾ 3 ഇതായി, അല്ലേ. ഇനി വേറൊരു ചരിത്രം പറയണം. അപ്പം ഈ പറഞ്ഞ 3 എണ്ണവും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ചരിത്രം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളായിരുന്നു യുഅദ്ദിലു സുഫുഫൽ ജയ്ശി ഫി ബദരി, ബദറിൽ സൈന്യത്തിൻ്റെ അണികളെ നേരെയാക്കുകയായിരുന്നു. ഫറഅ സവാദ് ബിൻ അസിയ, അപ്പോൾ നബിതങ്ങൾ സവാദ് ബിൻ അസിയെ കണ്ടു. മുതഖദ്ദിമ മിൻ സഫിഹി, അണിയിൽ നിന്ന് മുന്തി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഫതഅനഹു, അപ്പോൾ നബിതങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തെ കുത്തി, ബി കിദ്ഹിഹി, നബിയുടെ കിദ്ഹ് കൊണ്ട്, ഫി ബത്നിഹി, സവാദിൻ്റെ വയറിൽ കുത്തി, അല്ലേ. അപ്പോൾ നബിതങ്ങൾ അസ്ത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറിൽ കുത്തി. ഖായിലൻ, നബിതങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട്, ഇസ്തഖിം യാ സവാദ്, ഓ സവാദെ നേരെ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അസ്ത്രം കൊണ്ട് വയറ്റിൽ കുത്തി എന്നാണ്. അപ്പോൾ അതൊരു അതാണ് കിദ്ഹ് എന്ന് പറഞ്ഞാൽ. ഇനി കിദ്ഹിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായില്ല, അസ്ത്രം എന്നാണ്. അപ്പോൾ കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഔജഅതനി, അങ്ങനെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. വഖദ് വാസഖല്ലാഹു ബിൽ ഹഖി വൽ അദ്ലി, തീർച്ചയായും അങ്ങേ അള്ളാഹു സത്യം കൊണ്ടും നീതി കൊണ്ടുമാണല്ലോ അയച്ചത്. അതുകൊണ്ട് ഫഅഖിദിനി, എനിക്കങ്ങ് പ്രതികാരത്തിന് അവസരം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫഅഖിദിനി, അപ്പോൾ നബി എന്താ പറഞ്ഞത്? ഫകശഫൻ ബത്നിഹി, നബി തങ്ങൾ വയറ് വെളിവാക്കി കൊടുത്തു. ഖായിലൻ ഇസ്തഖിദ്, നബി തന്നെ പറഞ്ഞുകൊണ്ട്, നീ എന്താണ് പ്രായശ്ചിത്തം ചെയ്യൂ, നീ പ്രതികാരം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി വയറിലെ മറ നീക്കി കൊടുത്തു. ഫഅതനഖഹു സവാദ്, അപ്പോൾ സവാദ് നബിയെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. അണ്ട് ഖബ്ബല ബത്ന, വയറ് ചുംബിച്ചു, നബിയുടെ വയറ് ചുംബിച്ചു. അണ്ട് വഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, ഹളറ മാ തറാ, യുദ്ധം ഹാജരായിരിക്കുന്നു, അതായത് അങ്ങ് കാണുന്ന കാര്യം, അതായത് യുദ്ധം ഹാജരായിരിക്കുന്നു. ഫറത്തു അൻ യകൂന ആഖിറുൽ അഹ്ദി ബിക ഐ യമസ്സ ജിൽദി ജിൽദക, അപ്പോൾ അങ്ങയോട് കൂടിയുള്ള അവസാന സമയം എൻ്റെ തൊലി അങ്ങയുടെ തൊലിയെ സ്പർശിക്കലിനെ ഞാൻ ഉദ്ദേശിച്ചു, അല്ലേ. അപ്പോൾ ചിലപ്പോൾ മരണപ്പെട്ടു പോകാം ഈ യുദ്ധത്തിൽ ഞാൻ പോകുമ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങയുമായിട്ടുള്ള എൻ്റെ അവസാനത്തെ സമയം, എൻ്റെ തൊലി അങ്ങയുടെ തൊലിയുമായിട്ട് എന്ത് ചെയ്യുക, കൂട്ടിമുട്ടൽ, സ്പർശിക്കലിനെ ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹു എന്നെ സ്വർഗത്തിൽ കടത്തിയേക്കാം. അതാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്. ഫദഅ ലഹു റസൂലുള്ളാഹി ബി ഖൈർ, അപ്പോൾ നബിതങ്ങൾ അദ്ദേഹത്തിന് നന്മ കൊണ്ട് പ്രാർത്ഥിച്ചു. നന്മക്ക് വേണ്ടി നന്മ കൊണ്ട് പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് അവിടെ ആ ചില പദങ്ങൾ നോക്കാം. ഹഫീദ് എന്ന് വെച്ചാൽ പേരക്കുട്ടി, അപ്പോൾ നേരത്തെ കൊണ്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹഫീദ് പേരക്കുട്ടി, ജയ്ഷ് സൈന്യം, മുത്തഖദ്ദിമ് മുന്നോട്ട് തള്ളി നിൽക്കുന്നവൻ, താന കുത്തി, ഖദ്ഹ് അസ്ത്രം, ഖിദ്ഹാണ് ഖിദ്ഹ്, ഔജ വേദനിപ്പിച്ചു, ഖബ്ബല ചുംബിച്ചു, ജിൽദ് തോല്, ചർമ്മം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി അവിടെ ചരിത്രം പറയുമ്പോൾ അനസ് റളിയല്ലാഹു എത്ര വയസ്സിൽ ജീവിച്ചു, അനസ് റളിയല്ലാഹുവിന് വേണ്ടിയുള്ള നബിയുടെ ദുആ എന്തായിരുന്നു? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ,
മുസ്ലിമിൻ്റെ മകൻ അനസുബിന് മാലിക് എന്ത് ചെയ്തു, വസിയത്ത് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അവിടെ പറഞ്ഞ ആ ചരിത്രമാണ് പറഞ്ഞത്. അത് ഓൺലൈൻ ക്ലാസ് നടന്നപ്പോൾ ആ ഉസ്താദ് പറഞ്ഞ ചരിത്രം പറയണ്ട. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് എന്തത്, അത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത്. ഇനി നമുക്ക് അടുത്ത ചരിത്രം നോക്കാം. വഹാദ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ. ഇത് മുആവിയത്ത് ബിൻ അബീ സുഫിയാനാണ്. ഖാലലി അഹ്ലിഹി ഇന്ദ മൗത്തി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് തൻ്റെ കുടുംബത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന റസൂലുള്ളാഹി കസാനി ഖമീസൻ ഫറഫഅതുഹു വഖലമ അൽഫാറഹു യൗമൻ ഫഅഖദ്തു ഖുലാമതഹു ഫജഅൽതുഹാ ഫി ഖാറൂറത്തിൻ. എന്നിട്ട് പറയുന്നത് ഫൈദാ മിത്തു ഫൽബിസൂനി ദാലിക്കൽ ഖമീസ വസ്തഹഖു തിൽക്കൽ ഖുലാമത വദുറുഹാ ഫി ഐനി വഫി ഫമി ഫസല്ലാഹു അൻ യർഹമനി ബിബർക്കത്തിഹാ. അതാണ് മുആവിയത്ത് ബിൻ അബീ സുഫിയാനാണ്. അദ്ദേഹത്തിന് മരണസമയത്ത് തൻ്റെ കുടുംബത്തോട് പറഞ്ഞെന്താ? തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കൊരു ഖമീസ് ധരിപ്പിച്ചു, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നബി ഒരു ദിവസം നഖം മുറിച്ചു. അപ്പോൾ അതിനെടുത്ത് ഞാനൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് അല്ലേ, അതിനെ ഞാനെടുത്ത് കുപ്പിയിലാക്കി. അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടും വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ആ ഖമീസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ധരിപ്പിക്കണം അല്ലേ. ആ നഖത്തെ അതുപോലെ തന്നെ ഖമീസ് തന്നെ ധരിപ്പിക്കുകയും ആ നഖത്തെ നിങ്ങൾ പൊടിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ എൻ്റെ 2 കണ്ണിലും വായയിലും വിതറണം. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്തേക്കാം എന്നാണ്. ആ പാഠഭാഗം ഇവിടെ ഞാനത് എഴുതിയിട്ടില്ല, അപ്പോൾ നിങ്ങളത് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തേക്കാം? വദുറുഹ എന്നൊക്കെ പറഞ്ഞു. വദുറുഹ ഫി ഐനി വഫി ഐനയ്യ ഫി ഫമി. എൻ്റെ വായിലും എൻ്റെ 2 കണ്ണിലും വിതറണം. എനിക്കല്ലാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്കല്ലാഹ് എന്നോട് കരുണ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ചരിത്രം. ഇനി ഇമാം അഹമ്മദ് തങ്ങളുടെ ചരിത്രം പറയും. വൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഊത്തിയ സലാസ ഷഹറാത്തിൻ മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗസ ഇൻദ മൗത്തിഹി യുജ്അല അലാ കുല്ലി ഐനിൻ ഷഹറത്തുൻ വഷഹറത്തുൻ അലാ ലിസാനി ഫഫുഇല ദാലിക ബിഹി ബഅദ മൗത്തിഹി. അതിൻ്റെ അർത്ഥം എന്താ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നബിയുടെ 3 മുടി നൽകപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഓരോ കണ്ണിലും ഓരോ മുടിയും, നാവിൽ 1 മുടിയെ വെക്കാൻ അദ്ദേഹം വസിയത്ത് ചെയ്തു. അങ്ങനെ മരണശേഷം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കപ്പെട്ടു. അപ്പോൾ 3 മുടി കിട്ടി. അപ്പോൾ അദ്ദേഹം എന്താണ് വസിയത്ത് ചെയ്തത്? മരണസമയത്ത് 2 കണ്ണിൽ ഓരോ മുടി വെക്കാം, അപ്പോൾ 2 മുടി ആയില്ലേ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഒരു നാവിൽ 1 മുടി വെക്കാനും അദ്ദേഹം വസിയത്ത് ചെയ്തു. അപ്പോൾ ഇതെല്ലാം മഹാന്മാരും സഹാബത്തും അതുപോലെ തന്നെ മഹാന്മാരൊക്കെ എന്താണ് ബർക്കത്തെടുത്തതാണ് ഈ പറഞ്ഞത്. നബിയുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുത്താണ്. ഇനി ചില പദങ്ങൾ കസാജ് ധരിച്ചു എന്നാണ്. കലം എന്ന് വെച്ചാൽ നഖം മുറിച്ചു എന്ന്. ലുഫ്ർ നഖം, സഹക്ക പൊടിച്ചു, ദർറ വിതറി, ഖാറൂത്ത് കുപ്പി. ഇനി സന്ദർഭം വിവരിക്കുക. അസല്ലാഹു റഹ്മനി ബി ബർക്കത്തി എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് റഹ്മത്ത് ചെയ്തേക്കാമോ. ഈ സന്ദർഭം ഏതാണ്? അത് നമ്മൾ മുആവിയ തങ്ങളുടെ ചരിത്രം പറഞ്ഞില്ലേ, ആ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ചോദ്യം, അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹു എന്താണ് വസിയത്ത് ചെയ്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അഹ്മദ് ബിൻ ഹംബലിൻ്റെ കഥയിൽ, ചരിത്രത്തിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തദ്രീബാത്തിന് പിന്നെ ചെയ്യും. ഇതിപ്പോൾ ഞാൻ അർത്ഥം എന്ന് പറഞ്ഞാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.